നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാതയാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ ഉപബോധ മനസ്സ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ്. അതിലെന്താണോ വന്നു വീഴുന്നത് അതിനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കും, പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും. ഏതാണ് റിയൽ, ഏതാണ് ഇമാജിനേഷൻ എന്ന് തിരിച്ചറിയാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കഴിയില്ലത്രേ. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് അഫർമേഷൻസും വിഷ്വലൈസേഷനും ഒക്കെ നിരന്തരം നൽകുന്നതിലൂടെ അവിടെ വിജയത്തിനായുള്ള പ്രോഗ്രാമിംഗ് നടക്കും. അതാണ് പറയുന്നത്, നാം എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയാണ് നാം എന്ന്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അതിനായുള്ള തയ്യാറെടുപ്പുകൾ ഇവയാകണം മനസ്സിൽ. ഒരു ഇന്റർവ്യൂ പാസ്സായി ജോലി കിട്ടുമ്പോൾ, ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകുമ്പോൾ, പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുമ്പോൾ, ബിസിനസ് വലിയ രീതിയിൽ വിജയിക്കുമ്പോൾ, ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന അഭിനന്ദനങ്ങളും അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും മനസ്സിൽ കണ്ടുകൊണ്ട് അവയ്ക്കായി പ്രവർത്തിക്കുക. മനസ്സിന്റെ പ്രധാനപ്പെട്ട 3 തലങ്ങളായ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, അതായത് ബോധ, ഉപബോധ, അബോധ മനസ്സുകളിൽ ഏറ്റവും വലിയ ഭാഗം സബ് കോൺഷ്യസ് മൈൻഡാണ്. അതിന്റെ ശക്തി പ്രയോജനപ്പെടുത്താതെ നാം ജീവിച്ചാൽ ഒരു വലിയ വീടുണ്ടായിട്ടും ഒരു ഇടുങ്ങിയ മുറിയിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും. ഇനി സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? നമ്മുടെ ശീലങ്ങൾ, ഇമോഷൻസ്, കഴിഞ്ഞകാല അനുഭവങ്ങൾ, ഇവയൊക്കെ ശേഖരിക്കപ്പെടുന്നതും നാം അറിയാതെ തന്നെ നമ്മുടെ ചിന്തകളെയും പെരുമാറ്റ രീതികളെയും ഒക്കെ സ്വാധീനിക്കുന്ന മേഖലയാണിത്. മഹാന്മാരായ നിരവധി കലാകാരന്മാർ, സംഗീതജ്ഞർ, കവികൾ, എഴുത്തുകാർ, പ്രഭാഷകർ ഇവരെല്ലാം അവരുടെ ഉപബോധ മനസ്സിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് അതിൽ പ്രചോദിതരായവരാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് സ്വയം വിശ്വസിക്കൂ, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കൂ. ഞാൻ ചെയ്യും, എനിക്ക് കഴിയും, ഞാൻ വിജയിക്കും, ഇവ സ്വയം പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ എനർജി ലെവൽ കൂടും. ചെറിയ വിജയങ്ങളിൽ നിന്ന് ആരംഭിച്ച് ക്രമേണ വലിയ കാര്യങ്ങൾ നേടാൻ കഴിയുമെന്ന വിശ്വാസം വളർത്തിയെടുക്കുക. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ്, അതായത് ബോധ മനസ്സ്, എപ്പോഴും ഒരു ഗേറ്റ് കീപ്പറിനെ പോലെയായിരിക്കണം. സബ് കോൺഷ്യസ് മൈൻഡിന് വേണ്ട നല്ല കാര്യങ്ങൾ, പോസിറ്റീവായവ മാത്രമായിരിക്കണം അവിടേക്ക് കടത്തിവിടേണ്ടത്. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിവരങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെക്കുറിച്ചും സെലക്റ്റീവ് ആയിരിക്കുക. സ്വന്തം മനസ്സിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ കൂടി കഴിയുന്നയാളാണ് ഒരു യഥാർത്ഥ വിജയി. മനസ്സമാധാനത്തെക്കാൾ വലിയ വിജയമില്ല. എല്ലാ രാത്രിയിലും പോസിറ്റീവായ, സംതൃപ്തമായ മനസ്സോടുകൂടി ഉറങ്ങാൻ പോവുക. അതിനായി അന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അവയിൽ നല്ലതല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി മൈൻഡ് ഡീക്ലട്ടർ ചെയ്യുക. ഗ്രേറ്റ്ഫുള്ളായി, പോസിറ്റീവായി, തെളിഞ്ഞ മനസ്സോടുകൂടി ഉറങ്ങാൻ പോവുക. സമാധാനവും സന്തോഷവും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ്. താങ്ക് യു.